ആൻഡ്രോയിഡ് നമുക്ക് പല കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അവിടെ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സൈഡ് ലോഡിംഗ് ആണ്. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ വേറൊരു സോഴ്സിൽ നിന്ന്, ഇപ്പോൾ ബ്രൗസറിൽ നിന്ന് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ പൈറേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോഡ് APKs ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ്രോയിഡിലെ ആ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൻഡ്രോയിഡിൽ നമ്മൾ അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ APK ഫയൽസ് ആയിട്ടാണ് പറയുക. അതേസമയം നമ്മൾ ഐഫോണിലേക്ക് വരുമ്പോൾ iOS ആണ് മെയിനായിട്ടും റൺ ചെയ്യുന്നത്. iOSന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അതിനെ ആപ്പ് സ്റ്റോർ തന്നെയാണ് വിളിക്കുക. അപ്പോൾ ആ ഒരു ആപ്പ് സ്റ്റോറിലെ ആപ്ലിക്കേഷൻസിനൊക്കെ ഫയൽ ചെയ്തേക്കുന്നത്, അതായത് നമ്മളിപ്പം ആൻഡ്രോയിഡിൽ APK എന്ന് പറയുന്ന പോലെ iOSൽ എന്താണ് പറയുക, അതിനെ പറയുന്നതാണ് IPA, iOS ആപ്പ് സ്റ്റോർ പാക്കേജ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാത്തൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരും IPA എന്നും കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ഒരു ആപ്പൊക്കെ ചിലപ്പം വൈറസ് വന്നേക്കാം, അതുപോലെ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു ആപ്പിലുണ്ടാവും. അപ്പം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഐഫോണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആപ്പിൾ പറയും നിങ്ങൾ വേറെ വല്ല വഴി നോക്കുക, നിങ്ങൾ അതിൽ പുതിയ ഫോൺ എടുത്തോ, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് വാറൻറ്റി തന്നെ കട്ടാക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് EU. അപ്പം ഈ ഒരു EU എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ആ ഒരു യൂറോപ്യൻ യൂണിയനിൽ കുറേയധികം കൺട്രീസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് ജർമ്മനി, ഇറ്റലി, അങ്ങനത്തെ വലിയ വലിയ രാജ്യങ്ങൾ. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ടെക് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വലിയ വലിയ രാജ്യത്തിൽ നല്ല രീതിയിലുള്ള സെയിൽസും അതുപോലെ തന്നെ അങ്ങനത്തെ പ്രൊമോഷനൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യം പറയുന്ന ആ ഒരു നിയമത്തിനനുസരിച്ച് ഇവരുടെ ആ ഒരു പ്രോഡക്റ്റ് ഇറക്കിയില്ലെങ്കിൽ ആ രാജ്യം ഐഫോൺ ആയാലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റ് ആയാലും റിസ്ട്രിക്ഷൻസ് വരുത്തും. അതുപോലെ തന്നെ അവിടെ ലോഞ്ച് ചെയ്യാനിരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരും. അത് ആപ്പിൾ പോലത്തെ ആ ഒരു കമ്പനിക്ക് നല്ല വിഷയമായിരിക്കും. പിന്നെ ഈ ഒരു EU എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു നിയമത്തിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അവരെടുത്ത് കളയുള്ള അടുത്ത ആളെ അവർ നോക്കും. അപ്പം ഈ ഒരു EUയുടെ മെയിൻ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഐഫോൺസിൽ USB-C നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ EU പുതിയൊരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് യൂറോപ്യൻ കൺട്രിയിൽ ഇറങ്ങുന്ന ഐഫോൺസിൽ സൈഡ് ലോഡിംഗ് അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ അല്ലാതെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്പ് സ്റ്റോഴ്സ് ഒക്കെ ഐഫോണിൽ അവൈലബിൾ ആക്കണമെന്നാണ്. അത് ഈ ഒരു മാർച്ചിൽ തന്നെ ആക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന iOS 17.4 നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ലോഡിംഗ് എനേബിൾ ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് കിട്ടും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ആപ്പിളിൻ്റെ ആ ഒരു ആർട്ടിക്കിളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ആ ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സൈഡ് ലോഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ ചാൻസ് ഇല്ല. അവരത് എക്സ്പാൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടില്ലെന്നാണ് നമ്മുടെ കുറേ ഓൺലൈനിലൊക്കെ അവർ പറയുന്നത്. ഇന്ത്യയിലില്ലാത്ത ഫീച്ചർ എന്തിന് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പം ഈ സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഐഫോൺസിലൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് എല്ലാവരും നോക്കി കാണുന്ന കാര്യം. കാരണം ഇതുവരെ നമ്മൾ സെക്യൂരിറ്റി, പ്രൈവസി എന്നൊക്കെ പറഞ്ഞ് നടന്ന ടീംസൊക്കെ ഇപ്പം പല പല ആപ്ലിക്കേഷൻസൊക്കെ പല സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം റിസ്ട്രിക്ഷൻസ് ഒഴിവാക്കും. അതുപോലെ തന്നെ കുറേയധികം ഫ്രീ സർവീസസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനിയിപ്പോൾ സൈഡ് ലോഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ബ്രൗസറിൽ കയറിയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ മോഡ് നോക്കുമല്ലോ, മോഡ് APK ഫയൽ, അതെന്ത് ചെയ്യും? ആൻഡ്രോയിഡിലാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്തെങ്കിലും യൂസ് ചെയ്ത് പരിപാടി. ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ നമ്മുടെ ഐഫോണിലും വരും. അതായത് ആപ്പ് സ്റ്റോറിൽ നമുക്ക് വേറെ സപ്പോർട്ടൊന്നും വേണ്ട. നമ്മുടെ ഏത് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് അടിക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഈ ഒരു പരിപാടി വരുന്നതുകൊണ്ട് തന്നെ കുറേയധികം നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ബാൻ ആയിപ്പോയ, അതായത് ആപ്പ് സ്റ്റോറിൽ ബാൻ ആയിപ്പോയ കുറേയധികം ആപ്ലിക്കേഷൻസ് നമുക്ക് ഡയറക്റ്റ്, അതായത് സോഴ്സിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം മെയിനായിട്ട് ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം പോപ്പുലറാണ്. ഇന്ത്യയിൽ അങ്ങനെ അധികം പേരും കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് PC വെർഷൻ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. ഐഫോൺസിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, കുറേ 2021 ആ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് ലോഡ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് ഫോർട്ട്നൈറ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത്ര നാളും പല ആൾക്കാരും ഫോർട്ട്നൈറ്റും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസും ഒക്കെ യൂസ് ചെയ്തത് ജെയിൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ iOSന്റെ ആ ഒരു സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഡെവലപ്പറുടേതായിട്ടുള്ള കസ്റ്റമൈസേഷനിൽ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ നമുക്ക് പ്രശ്നം പറ്റുന്നത് ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റി, അതുപോലെ പ്രൈവസി. ഒരു പ്രോയൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എന്താ പറയുക, എളുപ്പപ്പണി കാണിക്കുന്ന ടീംസൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഐഫോൺസിൽ സൈഡ് ലോഡിങ് വന്നാലുള്ള പ്രത്യേകതകൾ എന്തായിരിക്കും? ഒന്നാമതായിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിന് അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ആപ്പ് സ്റ്റോർ ഇഷ്ടമില്ല. എന്ത് തേങ്ങ അവർ കാണിക്കണമെന്ന് അറിയില്ല. ഒരു എന്താ പറയുക, പ്ലേ സ്റ്റോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നാവിഗേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എളുപ്പമാണ്. ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കാണുന്ന രീതിയിലാണ് പ്ലേ സ്റ്റോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആപ്പ് സ്റ്റോറിലേക്ക് വരുമ്പോൾ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് അവിടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അങ്ങനത്തെ കുറേ പരിപാടികൾക്കൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ആ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഐഡിയോ ടച്ച് ഐഡിയോ വെച്ചിട്ട്
പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ടെക്കി അതുപോലെ തന്നെ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ അത് വിഷയമില്ല. പക്ഷെ അങ്ങനത്തെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കൊക്കെ അതൊരു നല്ലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഈ ഒരു പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നൊക്കെ കാണിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എൻ്റെ കാശ് പോയിട്ടാണോ അത് കയറ്റണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വിഷയങ്ങൾ വരാറുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ ന്യൂസ് പൊങ്ങി വരുന്നുണ്ട്. അതായത് ആപ്പ് സ്റ്റോറിൻ്റെ ഡിസൈനൊക്കെ മാറ്റണം, ആ ഒരു രീതിയിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും അതും കൂടി മാറ്റുവാണെങ്കിൽ അടിപൊളിയാവും. പിന്നെയുള്ള രണ്ടാമത്തെ ഒരു കാര്യം ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പാണ്. ഈ ആപ്പ് സ്റ്റോറിൽ ക്ലൗഡ് ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ആപ്പിൾ ഇങ്ങനെ അടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പിക് ഗെയിംസിൻ്റെയും അതുപോലെ തന്നെ NVIDIA GeForce Now എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഒരു മാർച്ചിലെ ആ ഒരു iOS 17.4 പറഞ്ഞാൽ. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ iOSന് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കുക, അത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുക. അതിനുവേണ്ടി എന്തോ മെമ്പർഷിപ്പ് ഫീ എങ്ങാണ്ട് അവർ മേടിക്കുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, ജസ്റ്റ് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഡെവലപ്പേഴ്സിൻ്റേത് 30% കമ്മീഷൻ ആപ്പിൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം, പിന്നെ 15% കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആപ്പ് സ്റ്റോർ നല്ല ഡെവലപ്പേഴ്സിൻ്റെ ഒരു നല്ലൊരു ശതമാനം എമൗണ്ട് അവരെടുക്കുന്നുണ്ട്. ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ഒരു ആപ്പ് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, വെബ്സൈറ്റിൽ തന്നെ അത് പ്ലേസ് ചെയ്യുക, എന്നിട്ട് അതിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്താവും, സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കമ്മീഷൻ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. പിന്നെ സൈഡ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആൻഡ്രോയിഡിൻ്റെ അത്രയും ഉള്ളൊരു ഓപ്പൺ വേൾഡ് സെറ്റപ്പ് നമുക്ക് കിട്ടില്ല. ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയും അതുപോലെ തന്നെ പ്രൈവസി റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു വിഷയം കൂടി വരുന്നത്. പക്ഷേ ഇവിടെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു മോണിറ്റൈസേഷൻ്റെ പരിപാടികളൊക്കെ മിക്കവാറും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർച്ചിലെ ആ ഒരു iOS 17.4 നിങ്ങൾക്ക് സൈഡ് ലോഡിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറ്റലി പോകേണ്ടി വരും, അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ പോയിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം അവിടെ ഉള്ളവരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ന്യൂസാണ്. നിങ്ങൾക്ക് പലധികം ആപ്ലിക്കേഷൻസ്, ഇപ്പം മെയിനായിട്ടും എപ്പിക് ഗെയിംസിൻ്റെ സ്റ്റോറൊക്കെ വരുമ്പോൾ നമുക്ക് കുറേയധികം ഗെയിംസ് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും, പിന്നെ ക്ലൗഡ് ഗെയിമിംഗ് ഒക്കെ മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഗെയിമിങ്സിൻ്റെ പ്ലാറ്റ്ഫോംസും, പിന്നെ മൈക്രോസോഫ്റ്റും സ്പോട്ടിഫൈ ഒക്കെ ഇപ്പം ഇടഞ്ഞ് നിൽക്കുവാണ് ആപ്പിളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുറേ അടിപൊളി ആപ്ലിക്കേഷൻസ് ഒക്കെ അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് കൂടി തന്നെ നമ്മുടെ ആ ഒരു ഐഫോൺ നമുക്ക് ആ ഒരു ഓപ്പൺ വേൾഡ് സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ iOS 17.4 നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് ലോഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒഫീഷ്യലി. മാർച്ച് എന്തായാലും അത് ലോഞ്ച് ചെയ്തില്ലെങ്കിൽ EU-കാർ നല്ല പണി ആപ്പിളിന് കൊടുക്കും, നല്ല ഫൈനും കൊടുക്കും. പിന്നെ അങ്ങനെ ഇനി അവർ ചെയ്തില്ല എങ്കിൽ മെയിനായിട്ട് നടക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ ആ ഒരു വാച്ച് സീരീസിൽ വന്നിട്ടുള്ളൊരു ബാൻ ഉണ്ടല്ലോ US-ൽ, അതേപോലെ EU ബാൻ ചെയ്യും. EU ബാൻ ചെയ്യുന്നത് ആപ്പിളിൻ്റെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു പ്രോഫിറ്റ് ഇടിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ. ഇപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാൻ ഉണ്ടാവുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ, ഇപ്പം സൈഡ് ലോഡിംഗ് ഒക്കെ ആപ്പിളിലേക്ക് വരുവാണ്, അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ മാർച്ചിൻ്റെ EU ആ ഒരു സൈഡ് ലോഡിംഗ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കുറേയധികം വീഡിയോസ് നിങ്ങൾക്ക് സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ബൈ.